വിളിക്കങ്ങോട്ട്. സനിഷേ പറയ്. ഗിരിയുടെ മോളോട് എത്തിയിട്ടുണ്ട്. മൈ ഗോഡ്, അവളെങ്ങനെ അവിടെ വരെ എത്തിയത്? ഏതോ പച്ചക്കറി വണ്ടിക്കാരെ കൊണ്ട് ഇറക്കി വിട്ടതാ. ദൈവമേ, എന്റെ മോള് സനിഷേ, എന്റെ മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഏയ് ഇല്ല ഇല്ല. അവൾക്കൊന്ന് ഫോൺ കൊടുക്കാവോ? അവള് വസുധയുടെ റൂമിലാണ് ഉള്ളത്, ഞാൻ കൊടുക്കാം. ഇപ്പോ നിങ്ങളോട് സംസാരിക്കുമെന്ന് അറിയില്ലല്ലോ. സാരമില്ല സനീഷേ, ഞാൻ എത്തിക്കോളാം. അമ്മേ, അമ്മേ. എന്താ മോനെ? മോളെ കെട്ടിയമ്മേ. എന്റെ ഭഗവതി, നീ കാത്തല്ലോ. കുഞ്ഞെവിടെ ഉള്ളത്? സനീഷിന്റെ വീട്ടിലാ. സനീഷിന്റെ വീട്ടിലോ? നീ എന്താ ഗിരി പറയുന്നേ? അതെ അമ്മേ, എനിക്ക് തോന്നുന്നത് അവള് വസുധ അന്വേഷിച്ച് പോയതാണെന്നാ. എന്നാലും ഇത്രയും ദൂരം അവള് തനിച്ച്? അതൊന്നും എനിക്കറിയില്ല അമ്മേ. എന്റെ മോള് അപകടമൊന്നും കൂടാതെ അവിടെ തന്നെ എത്തിയല്ലോ. അതുമാത്രമേ ഞാനിപ്പോൾ ആലോചിക്കുന്നുള്ളൂ അമ്മ. എന്നിട്ട് നീ മോളോട് സംസാരിച്ചോ? ഇല്ല, അവള് വസുധയുടെ കൂടെ ഉള്ളേന്നാ പറഞ്ഞു. എടാ, നിനക്കൊന്ന് സംസാരിക്കായിരുന്നില്ലേ? പക്ഷെ അത് എങ്ങനെയാണമ്മേ? ഫോൺ കൊടുക്കാതെ അവരത് വിളിച്ചു പറഞ്ഞത് തന്നെ വലിയ കാര്യം. അതുകൊണ്ട് ഞാനും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി. ഒരു കണക്കിന് പറഞ്ഞാ അത് നന്നായി. അല്ല, നീ ഇനി കൊണ്ടുവരാൻ ചെല്ലുമെന്നറിഞ്ഞ അവളിനി അവിടെ നിന്ന് വേറെ എവിടേക്കെങ്കിലും ഓടിപ്പോവില്ലെന്ന് ആര് കണ്ടു? അമ്മ എന്തൊക്കെയായി വിളിച്ചു പറയുന്നേ? അമ്മ എന്തായി ആലോചിക്കുന്നത്? ഇനിയിപ്പോ വസുധ തന്നെയാവോ രാത്രി വന്ന് കൊച്ചിനെ കടത്തിക്കൊണ്ട് പോയത്? അമ്മ ഇതെന്തൊക്കെയാ പറയുന്നേ? വസുധ എന്തിനാ അങ്ങനെ ചെയ്യുന്നേ? അല്ലാതെ ഇത്ര കൃത്യമായിട്ട് കുഞ്ഞെങ്ങനെ അവിടെ എത്തി? അവള് വസുധ അന്വേഷിച്ചിറങ്ങി പുറപ്പെട്ടതല്ല അമ്മേ. അവളുടെ കാഴ്ചപ്പാടിൽ അവളുടെ അമ്മയാണല്ലോ വസുധ. എന്നാലും എനിക്കിതങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല മോനെ. അമ്മേ, തൽക്കാലം ഞാൻ അതൊന്നും ആലോചിക്കുന്നില്ല. ഞാൻ പോയി മോളെ കൂട്ടിക്കൊണ്ടുവരാം. എടാ, ഇനിയിപ്പൊ നേരം വെളുത്തിട്ട് പോയാ പോരെ? എത്ര ദിവസമായി നീയൊന്ന് ഉറങ്ങിയിട്ട്? കുറച്ച് സമയം കിടന്ന് ഉറങ്ങാൻ നോക്കും മോനെ. എനിക്കിനി കിടന്ന ഉറക്കം വരില്ല അമ്മേ. അമ്മ കിടന്നു. കൊച്ചെങ്ങനെയായിരിക്കും അവിടെ പോയിട്ടുണ്ടാവുക? ഇനിയിപ്പോ അവളെങ്ങാനും കൂട്ടിക്കൊണ്ടുപോയതാണോ? മോളിങ്ങനെ കരയല്ലേ? അമ്മ ഒരു വഴി കണ്ടുവച്ചിട്ടുണ്ട്, നോക്കട്ടെ. എന്റെ മോളെ അമ്മ പറഞ്ഞു വിടില്ല. ഞാൻ പോകില്ല. അങ്ങളിപ്പോ അച്ഛനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും. അച്ഛൻ ഇപ്പം വരും എന്നെ കൊണ്ടുപോവാൻ. അമ്മയും സച്ചുമോനും ഇല്ലാതെ ഞാൻ പോകില്ല. എന്നെ കൊണ്ടുപോലെന്ന് പറയാമേ. എനിക്ക് അമ്മയില്ലാതെ നിൽക്കണ്ട. ചേച്ചിയുടെ അച്ഛൻ അറിഞ്ഞാലേ ചേച്ചിയെ കൊണ്ടുപോയില്ലേ? ഇപ്പൊ തന്നെ വരുവോ അമ്മയെ കൊണ്ടുപോവാൻ? പിന്നെ ചേച്ചിയുടെ അച്ഛൻ ചേച്ചി നമുക്ക് തരൂല. അവരറിഞ്ഞാ പിന്നെ മോളെ കൊണ്ട് അവര് പോവും. പക്ഷെ മോളില്ലാതെ അമ്മയ്ക്കും ജീവിക്കാൻ പറ്റില്ല.
എന്റെ മോളെ ഇനി ഞാൻ എവിടെയും വിടില്ല. എന്റെ കണ്ണീര് കണ്ട ദൈവങ്ങള് കൊണ്ടു തന്നതാ എന്റെ മോളെ. എന്റെ മോളെ അമ്മ എങ്ങോട്ടും വിടില്ല. ചേച്ചിയെ കൊണ്ടുപോയാ ഞാൻ ഒറ്റയ്ക്കാവും. നമുക്കും പോവാ അമ്മേ. നമുക്കിവിടെ നിക്കണ്ട. ചേച്ചിയുടെ അച്ഛൻ നമ്മളെയും കൂടി കൊണ്ടുപോവോ? നമുക്ക് ചോദിച്ചു നോക്കാം. ഇല്ല സച്ചൂട്ട, അതൊന്നും പറ്റില്ല മോനെ. നിങ്ങൾ കരയാതെ അമ്മയൊരു വഴി കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? ഇന്നിനിപ്പോ ഇത്രയും വൈകിയില്ലേ മോളെ? മോളെ കൊണ്ടുപോവാൻ ഇന്നിനി ആരും വരില്ല. നാളെ രാവിലെ മോളുടെ അച്ഛൻ വരൂ. അതിനു മുമ്പ് നമുക്ക് ഇന്ന് രാത്രി തന്നെ ആരും അറിയാതെ എവിടെ നിന്ന് പോണം. നമ്മളെ ആരും കണ്ടുപിടിക്കാത്തൊരു സ്ഥലത്തേക്ക്. അവിടെ ആരും മോളെ കൊണ്ടുപോകാൻ വരില്ല. അമ്മയുണ്ടാവും. അവിടെ എന്റെ മക്കളെ ആരും ശല്യപ്പെടുത്തില്ല. വാ അമ്മേ, നമുക്ക് ഇപ്പൊ തന്നെ ചേച്ചിയും കൂട്ടി പോവാം. ആ, ഇപ്പോഴല്ല മോനെ. എല്ലാരും ഉറങ്ങിക്കഴിയട്ടെ. എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോ നമുക്ക് പോവാം. പതുക്കെ മതി. എല്ലാരും ഉറങ്ങിക്കഴിഞ്ഞ് ബാഗിൽ നമ്മുടെ ഡ്രസ്സൊക്കെ എടുത്തു വെച്ച് നമുക്ക് ഇന്ന് തന്നെ പോവാം. താനെന്താ ഇത്ര രാവിലെ? ഞാൻ മോള് വന്നു എന്നറിഞ്ഞപ്പോ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അതുകൊണ്ട് വന്നതാ. ഉറക്കം വരുന്നവരിവിടെ വേറെയുണ്ട്. വെറുതെ ബാക്കിയുള്ളവരുടെ ഉറക്കം കൂടി കളയണോ? ക്ഷമിക്കണം, ഞാൻ മോളെ കാണാനുള്ള തിടുക്കത്തില്. മോൾക്ക് അച്ഛനെ കാണാൻ തിടുക്കമുണ്ടെന്നൊന്നും തോന്നുന്നില്ല. ഇനി നിങ്ങളെ വിളിക്കണ്ടെന്ന് പറഞ്ഞ് ഇവിടെ ഭയങ്കര കരച്ചിലായിരുന്നു. അവള് കുഞ്ഞല്ലേ, അവൾക്ക് എന്തറിയാം? ഒന്നും അറിയാതെയാണോ ഇത്രയും ദൂരെ യാത്ര ചെയ്ത് കയറി വന്നത്? ഓ, വല്ലാത്തൊരു കൊച്ചു തന്നെ. ബുദ്ധിമുട്ടില്ലെങ്കിൽ മോളെ ഒന്ന് വിളിക്കോ? ഞാൻ അവളെ കൊണ്ടുപോകാൻ വന്നതാ. സനീഷേ, ദേ ആ കൊച്ചിന്റെ അച്ഛൻ വന്നിട്ടുണ്ട്, ഗിരി. അതിനെ ഒന്ന് വിളിച്ച് എഴുന്നേപ്പിക്കാൻ നോക്ക്. എന്നിട്ട് വേഗം പറഞ്ഞു വിട്. ഞാൻ മോളെ അങ്ങ് കൊണ്ടുപോകാനായിട്ട്. ഞാനിപ്പോ വിളിക്കാം, കേറിയിരിക്കെ. കേറി വാ. വസു, അയിനു, അയിനു, സച്ചു. അയിനു, സച്ചു. അമ്മേ, എന്താടാ, അവൾ എണീറ്റില്ലേ? അതിനകത്ത് ആരുമില്ല. ആരുമില്ലേ? അവളെ മക്കളെ എവിടെ പോയി? അറിയില്ല. പിന്നെ പുറത്തോട്ടെങ്ങാനും പോയോ? പുറത്തേക്കെങ്ങും പോയിട്ടില്ല. ഞാനല്ലേ ഇപ്പൊ വാതിൽ തുറന്നത്. അമ്മ വാതിൽ ഉറക്കുമ്പോ ലോക്കിട്ടിട്ടുണ്ടായിരുന്നോ? അത് ശരിയാണല്ലോ. വാതില് വെറുതെ ചാരിയിട്ടിരിക്കായിരുന്നു. അവള് പോയെന്നാ തോന്നുന്നത് മോനെ.
ഇവിടെ എങ്ങും ആരുമില്ലമ്മേ. ഈശ്വര, ഇത് എങ്ങോട്ടായിരിക്കും പോയത്? ആരും ഒന്നും അറിഞ്ഞില്ല. രാത്രി എപ്പോഴാ ഇറങ്ങി പോയത്? എന്താ പറ്റി? എന്ത് പറ്റാൻ, കുഞ്ഞുങ്ങളെ കൊണ്ട് അവൾ ഇറങ്ങിപ്പോയി. ഇറങ്ങിപ്പോയെന്നോ? എങ്ങോട്ട് പോയി? നിങ്ങളൊന്ന് ചെന്ന് നോക്ക്, അവിടെ എവിടെയെങ്കിലും കാണും. പുറത്തേക്ക് പോയത് തന്നെയാ. അമ്മ എഴുന്നേറ്റ് വരുമ്പോ വാതിൽ ചാരിയിരിക്കായിരുന്നു അത്രേ. രജിത എണീറ്റിട്ടില്ല. വേറെ ആരുമില്ല ഇവിടെ. രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് ബസ് തനിച്ച് എങ്ങോട്ട് പോകാനാ? നമുക്ക് നോക്കാം. ഒരുപാട് ദൂരമൊന്നും പോയിട്ടുണ്ടാവില്ല. ഇനിയിപ്പോ അമ്പലത്തിലോ മറ്റോ പോയതാണോ? നീ അവളുടെ ഫോണിനോട്ടൊന്ന് വിളിച്ചു നോക്കിയേ. ഞാനിപ്പോ വരാം. ഈശ്വരാ, ഇവിടെ ഒരു സാധനവും കാണുന്നില്ലല്ലോ. ഇവളിതൊക്കെ പെറുക്കിക്കൊണ്ട് എങ്ങോട്ട് പോയി? ഇതെന്തൊരു പണിയാ ഇവളീ കാണിച്ചത്? അയ്യോ, സനീഷേ! ഫോൺ എടുക്കുന്നില്ലല്ലോ. ഇനി ഫോൺ എടുക്കാതെ എങ്ങാനും പോയതാണോ? മോനെ, എന്തായമ്മേ? എടാ, പിള്ളേരുടെ അവളുടെ തുണി ഒന്നും കാണുന്നില്ല. സച്ചൂട്ടന്റെ തുണി വെച്ചിരുന്ന ബാഗും കാണുന്നില്ല. എന്റെ ഈശ്വര, ഇവളിത് എവിടെ പോയിരിക്കോ? മോനെ, എന്താ അവിടെ സംഭവിച്ചേ? നീ അവിടെയൊക്കെ അന്വേഷിച്ചായിരുന്നോ? അയ്യോ, ഇനി എന്താ ചെയ്യാ? ആരാമ്മേ? ഗിരിയാണെന്ന് തോന്നുന്നു. എന്തോ പ്രശ്നമുണ്ട്. അയ്യോ ഈശ്വര, എന്ത് പ്രശ്നം? അറിയില്ല. വാ, നമുക്ക് ചോദിക്കാം. ശരി മോനെ, അമ്മ പിന്നെ വിളിക്കാം. എന്താ ചേച്ചി? ആരാ വിളിച്ചത്? ഗിരിയാണോ? അതെ. മോളെയും കൊണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഇല്ല, ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ ചേച്ചി? കാര്യം പറ. മോള് അവിടെ ഇല്ല ലക്ഷ്മി. എന്റെ ഈശ്വര, ഇന്നലെ രാത്രി അവിടെ എത്തിന്നല്ലേ പറഞ്ഞത്? ആ വസുധ അവൾ ആ കുഞ്ഞിനെയും കൊണ്ട് കടന്നു കളഞ്ഞെന്ന്. അമ്മയോട് ആരാത് പറഞ്ഞത്? ഗിരി അവിടെ എത്തിയപ്പോ അവളും കുഞ്ഞുങ്ങളും അവിടെ ഇല്ല. ഇന്നലെ രാത്രി അവള് കുഞ്ഞുങ്ങളെയും കൊണ്ട് ഉറങ്ങാൻ കിടന്നതാ. ഇപ്പൊ അവിടെ ആരുമില്ല. വെറുതെ വിടരുത്. അവളുടെ ഭർത്താവില്ലേ അവിടെ? അവനോട് ചോദിക്കേ. അവനൊന്നും അറിയില്ലെന്ന്. ഗിരി ചെന്നപ്പോഴാ അവൻ മുറി ചെന്ന് നോക്കുന്നത്. ചതിയാണല്ലോ ദൈവമേ. ഇനിയിപ്പൊ എന്താ ചെയ്യാ? എന്തിയാനെന്താ? എത്രയും പെട്ടെന്ന് കേസ് കൊടുക്കണം. ഒരുപാട് ദൂരമൊന്നും അവള് പോയിട്ടുണ്ടാവില്ല. വിടരുത്. ഇവിടുത്തെ കുട്ടിയെ തട്ടിക്കൊണ്ടു പോവാൻ മാത്രം അവള് വളർന്നോ? അതെ ചേച്ചി, ഗിരിയോട് എത്രയും പെട്ടെന്ന് കേസ് കൊടുക്കാൻ പറ. അങ്ങനെ വിടരുത്. അവൻ നോക്കി വേണ്ടത് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടോടനെ അമ്മായി അങ്ങ് വിട്ടുകൊടുത്തല്ലേ? അങ്ങനെ വിടല്ലേ അമ്മായി. നിർബന്ധിച്ച് കേസ് കൊടുപ്പിക്കണം. ഗിരിയേട്ട സഹതാപം വിചാരിച്ച് ചിലപ്പോ അത് ചെയ്യില്ല.
അവനാകെ തകർന്ന് നിൽക്കോ. അതിനിടയിൽ ഞാൻ ഇതും കൂടി പറയേണ്ട കാര്യമുണ്ടോ? പറയണം ചേച്ചി, പറയേണ്ടത് പറഞ്ഞു തന്നെ ചെയ്യിക്കണം. ആ വൃത്തികെട്ടവളെ എന്റെ കയ്യിലൊന്ന് കിട്ടണം. മേലിൽ അവള് നമ്മുടെ കുഞ്ഞിനെ നോക്ക് പോലും ചെയ്യാത്ത വിധത്തിൽ ആക്കി കൊടുക്കുന്നുണ്ട് ഞാൻ. ഗിരിയേട്ടൊന്നും പറയില്ലെന്നുള്ള ധൈര്യത്തിലെ അവള്. അതാ ആദ്യം മാറ്റേണ്ടത്. എനിക്കതല്ല മനസ്സിലാവാത്തത്. അവര് വിളിച്ചു പറഞ്ഞിട്ടല്ലേ അവൻ കുഞ്ഞിനെ കൊണ്ടുവരാൻ പോയത്. പിന്നെ എന്തിനാ? അതൊക്കെ അവളുടെ അടവല്ലേ ചേച്ചി. അവർക്ക് കൊച്ചിനെ തരാൻ മനസ്സില്ല, അത്രേ ഉള്ളൂ. നമ്മുടെ കൊച്ചിനെ അവിടെ പിടിച്ചു വെച്ചോണ്ടിരുന്ന അവക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. അവക്കെന്തിനാ കുഞ്ഞിനെ? അമ്മായി എന്തായി പറയുന്നേ? ഗിരിയേട്ടന്റെ മോളല്ലേ? അവളാണെങ്കിൽ ആർക്കും വേണ്ടാതെ ഒരു ഗതിയും കിട്ടാതെ അനാഥ പ്രേതത്തെ പോലെ നടക്കുവാണല്ലോ. ഇതിപ്പോ കൊച്ചിനെ കൈക്കലാക്കിയ കാശിന് കാശും കുടുംബത്തിന് കുടുംബം ആവുമല്ലോ. ചേച്ചി ഞെട്ടണ്ട. ഇവള് പറഞ്ഞാലും കാര്യമില്ലേ? ഇതിന്റെയൊക്കെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ആർക്കറിയാം? ഇനിയിപ്പോ എന്താ ചെയ്യുക അത് ആലോചിക്കേ. എത്രയും പെട്ടെന്ന് ഗിരിയെ വിളിച്ച് സ്റ്റേഷനിലേക്ക് പോവാൻ പറ. പോലീസിലൊരു പരാതി കൊടുത്താ പിന്നെ പകുതി സമാധാനമായല്ലോ. അവരവരുടേതായ വഴിക്ക് അന്വേഷണം നടത്തുകയും ചെയ്യും. ബാക്കി നമുക്ക് അന്വേഷിക്കാലോ. എന്തായാലും ഞാൻ അവനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. മോളെ, പ്രശ്നമാവൂ? എന്ത് പ്രശ്നമാവാൻ? എടി കഴുതേ, കൊച്ചിനെയും കൊണ്ട് അവള് പോയിരിക്കുന്നേ. ഇനി തിരിച്ചു വന്നില്ലെങ്കിൽ? ഒരിക്കലും വരാതിരിക്കട്ടെ, അപ്പൊ സമാധാനമായല്ലോ. പൊട്ടത്തരം പറയാതെ കഴുതേ. പിന്നെ എങ്ങനെ ഗിരിയുമായിട്ടുള്ള കല്യാണം നടക്കും? ആദ്യത്തെ കുറച്ചു ദിവസം വല്ലായ്മ ഉണ്ടാവും. പിന്നെ വിവാഹം നടക്കാൻ നല്ല സമയം. നിന്റെ ഒരു നാക്ക് ചേച്ചി കേക്കണ്ട. അവൻ പോയിട്ട് വിളിച്ചോ? ഇല്ല. വസുത തിരഞ്ഞാനാണോ അവൻ പോയത്? എനിക്കൊന്നും അറിയില്ല. അല്ലെങ്കിലും വസുതയെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങളും എന്നോട് പറയാറില്ലല്ലോ. അത് നീ സമാധാനം കൊടുക്കാഞ്ഞിട്ടല്ലേ? നിങ്ങളുടെ ഭർത്താവിന് മറ്റൊരു ഭാര്യ ഉണ്ടെന്ന് അറിഞ്ഞാ നിങ്ങൾ എങ്ങനെയാ പെരുമാറുക? ഇതൊക്കെ അറിഞ്ഞിട്ടല്ലേ നീ അവന്റെ കൂടെ ഇറങ്ങി വന്നത്? ആ, അങ്ങനെ ഒരു അബദ്ധം ചെയ്തു പോയതുകൊണ്ടാ ഞാനിപ്പോ ഈ അവസ്ഥയിലായി പോയത്. അത് പിന്നെ എന്തായി മോനെ? ഇനി ഞാൻ അവരെവിടെ പോയി അന്വേഷിക്കാനാ? നിങ്ങൾ രണ്ടുപേരും ഇവിടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാണല്ലേ? അവള് കുഞ്ഞിനെയും കൊണ്ട് ഇറങ്ങിപ്പോയതിൽ നിങ്ങൾ രണ്ടുപേർക്കും പങ്കുണ്ട്. നീ വെറുതെ ദേഷ്യപ്പെടണ്ട. എടാ, അവള് പോയാ എവിടം വരെ പോവും? അവളുടെ കയ്യിൽ അതിനു മാത്രം പൈസ ഉണ്ടോ? അവള് പോയതുപോലെ തിരിച്ചു വന്നോളൂ. നാശം, ഒരുവിധം ഒഴിവായെന്ന് വിശ്വസിച്ചിരിക്കുമായിരുന്നു. അപ്പോഴാ വീണ്ടും കണ്ടുപിടിച്ചു കൊണ്ടുവരാൻ ഇവിടെ ഒരാൾ തിടുക്കം കൂട്ടുന്നത്. പോലീസ് അന്നേ താക്കി തന്നതാ. അവളുടെ സേഫ്റ്റി എന്റെ ഉത്തരവാദിത്വമാണ്. അവര് ചോദിക്കുന്നത് എന്നോടായിരിക്കും. ഞാൻ എന്ത് മറുപടി പറയും അവരോട്? നീ പറഞ്ഞ പോലെ പറഞ്ഞാൽ മതി അവരോട്. അതിന് ഞങ്ങൾ എന്ത് ചെയ്തു? ഇങ്ങനെ പാതിരാത്രി തോന്നിയതുപോലെ ഇറങ്ങിപ്പോവാൻ മാന്യതയുള്ള ഒരു സ്ത്രീയും ചിന്തിക്കില്ല. അവൾക്ക് ആ മാന്യതയില്ലാന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. തോന്നിയതുപോലെ ജീവിച്ചല്ലേ ശീലം. അതുകൊണ്ട് അവൾ ഇറങ്ങിപ്പോയി. ഇവിടെ ആരും അവളോട് രാത്രിക്ക് ഇറങ്ങി പോകാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ഇനി നിങ്ങൾ അവളോട് എന്താ ചെയ്യാൻ ബാക്കി? പരമാവധി ദ്രോഹിച്ചില്ലേ? നിങ്ങൾ അവൾക്ക് ഭക്ഷണം കൊടുക്കാതെ അടുക്കള വരെ പൂട്ടി വെച്ചില്ലേ? പല തവണ അവൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലേ, അവൾക്ക് ഭക്ഷണം കൊടുക്കാതെ അടുക്കള പൂട്ടിയതേ ഞാനല്ല. നിന്റെ ഈ ഭാര്യ തന്നെയാ. ഓ, ആദ്യ ഭാര്യയോട് എന്താ ഒരു സ്നേഹം! ഞാൻ തന്നെ അടുക്കള പൂട്ടിയിട്ടത്. എന്റെ ഭർത്താവിന്റെ പൈസ കൊണ്ട് ഞാൻ വാങ്ങി വെച്ചുണ്ടാക്കുന്ന ഭക്ഷണം അവൾക്ക് കൊടുക്കാൻ എനിക്ക് മനസ്സില്ല.
എനിക്കൊന്നും മനസ്സിലാവില്ലെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ആരും കാണാതെ അടുത്ത് പോലും ആശ്വസിപ്പിക്കലും എല്ലാം ഞാൻ കാണുന്നുണ്ട്. രണ്ട് ഭാര്യമാരെയും കൂടെ വെച്ച് സുഖിച്ച് ജീവിക്കാന്നാണ് നിങ്ങളുടെ വിചാരമെങ്കിൽ അതിന് ഈ രജിത ജീവനോടെ ഉണ്ടെങ്കിൽ സമ്മതിക്കില്ല. കുഞ്ഞുങ്ങളെയും കൊണ്ട് മറഞ്ഞുപോയ വസുധയെ കണ്ടെത്താൻ ഗിരിക്ക് കഴിയുമോ? ചതിയും വഞ്ചനയും നിറഞ്ഞ ബന്ധങ്ങളുടെ ലോകത്തു നിന്നും തന്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് വസുധ എങ്ങോട്ടേക്കാണ് മാഞ്ഞു പോയത്? അവിടെ ഒരു സ്ത്രീയും 2 കുട്ടികളും ഉണ്ടെന്ന് പറഞ്ഞതല്ലാതെ അത് വസുധയും മക്കളാണെന്ന് കൺഫേം ആക്കിയിട്ടൊന്നുമില്ല. 1000 അപകടങ്ങൾ പതിയിരിക്കുന്ന പുറം ലോകത്ത് നിസ്സഹായയായ ആ അമ്മയ്ക്കും കുഞ്ഞുങ്ങൾക്കും അതിജീവനം സാധ്യമാകുമോ? കാണുക വസുധ തുടർന്നുള്ള ഭാഗങ്ങളിൽ.